ശ്രീ രാജേഷാണ് എറണാകുളത്ത് നിന്നും. ശ്രീ രാജേഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? കേരളം പിടിക്കുമെന്നൊക്കെ പറയുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി, കേരളത്തിൽ നിർണായകമായ രാഷ്ട്രീയ പാർട്ടി തന്നെയാണ് ബി ജെ പി. പക്ഷേ ആ ബി ജെ പിക്ക് ഇപ്പോഴും അവരുടെ സംഘടനാ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എല്ലായിടത്തും സ്ഥാനാർത്ഥികളെ, ഇപ്പോൾ കുറച്ച് സ്ഥലത്തൊക്കെ 2-3% സ്ഥലത്തൊക്കെ സ്ഥാനാർത്ഥികളെ നിർത്താൻ കഴിയാതെ പോകുന്ന പല കാരണത്താൽ ആവാം. പക്ഷേ ഇത് 10%-ഓളം സ്ഥലം, 2440 ഇടങ്ങളിൽ സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ പോലും കഴിയുന്നില്ല എന്ന് പറയുന്നത് ആ പാർട്ടിയുടെ ദൗർബല്യത്തെയല്ലേ സൂചിപ്പിക്കുന്നത്? രജീഷ് പറഞ്ഞോളൂ. ഹലോ സാറേ, എന്റെ പേര് രതീഷ് എന്നാണ്. രജീഷ്, ഞാൻ കേട്ടത് തെറ്റിയാണ്. രജീഷ് പറഞ്ഞോളൂ. രതീഷ് ഇടയ്ക്ക് വിളിച്ചാൽ കിട്ടാറുണ്ട്. പെട്ടമല മുടക്കുഴയാണ്. ശരി, ഓക്കെ, പറഞ്ഞോളൂ. രതീഷ് എന്നാണ് പേര്. ശരി രജീഷ്, പറയൂ. അപ്പൊ ഇന്ന് എനിക്ക് വളരെ സന്തോഷമുള്ള ദിവസമാണ്. കാരണം ഇന്ന് അയോധ്യയില് രാമക്ഷേത്രത്തില് കൊടി ഉയർന്ന ദിവസമാണ്. അത് ഒരുപാട് വർഷങ്ങളുടെ കാത്തിരിപ്പായിരുന്നു എന്നെ പോലുള്ള വിശ്വാസികൾക്ക്. ഇനി ഇപ്പൊ ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ കേരള ബി ജെ പി നേതൃത്വം അമ്പേ പരാജയം തന്നെയാണ്. കാരണം ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എവിടെ കുത്തും? ഒരു 5 പേരുണ്ടെങ്കിൽ അവർക്കും കുത്താൻ ഇടം വേണമല്ലോ. അപ്പൊ അവരെയൊക്കെ കണ്ടെത്തിയ ഒരു സ്ഥാനാർത്ഥികളെ കണ്ടെത്തി നിർത്തേണ്ടത് ബി ജെ പിയുടെ പ്രാദേശികപരമായ നേതൃത്വങ്ങളുടെ കടമയായിരുന്നു. അതായിരുന്നു വേരുകൾ. അപ്പൊ അതിനൊക്കെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്തു പോകാൻ ബി ജെ പി സ്റ്റേറ്റ് തലത്തിലുള്ള നേതൃത്വത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് നല്ലൊരു ഉദാഹരണമാണ്. മാത്രവുമല്ല, ന്യൂനപക്ഷ പ്രീണനമാണ് കേരളത്തിലെ ബി ജെ പി നടത്തുന്നത്. ഇവിടെ ഭൂരിപക്ഷ സമുദായത്തിന് കിട്ടേണ്ടതായ കാര്യങ്ങളെ കുറിച്ചൊന്നും മിണ്ടാൻ കൽപ്പില്ലാത്ത രീതിയിലാണ് നിൽക്കുന്നത്. മറ്റുള്ള സ്റ്റേറ്റുകളിൽ അങ്ങനെയല്ല. അതൊക്കെ തന്നെയാണ് ബി ജെ പിയുടെ അപജയത്തിന് കാരണവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ രജീഷ്.